അസ്സലാമു അലൈക്കും. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദ്ഖുലുൽ ജന്നത ദയ്യൂസുൻ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയെങ്കിലത്തെ ചെറിയ ഒരു ഹദീസ്. നബി തങ്ങൾ ചൊന്തു ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്ത് കടക്കലെ ദയ്യൂസുൻ, ദയ്യൂസു സ്വർഗത്ത് കടക്കലാണ് ചൊന്തു. ദയ്യൂസുൻ ചൊന്നെങ്കിൽ അതിലെ മഹാന്മാർ വിശദീകരിച്ചാറ് അല്ലദീ യുഖിറു ഫീ അഹ്ലിഹി അൽ ഖുബ്സ, തൻ്റെ കുടുംബത്തിൽ, തൻ്റെ പെഞ്ഞായിൽ അല്ലെങ്കിൽ തൻ്റെ മക്കളിൽ ചീത്തയായ സ്വഭാവത്തെയും ചീത്തയായ സംസ്കാരത്തെയും സമ്മതിച്ചു കൊടുക്കണമെങ്കെത്ത ആള്, അംഗീകരിച്ചു കൊടുക്കണമെങ്കെത്ത ആള് ഒരിക്കലും സ്വർഗത്ത് കിടക്കലാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിത്ത്. അപ്പോൾ സ്വന്തം പെഞ്ഞായി ബടക്കാമ്പ അല്ലെങ്കിൽ സ്വന്തം പെൺമക്ക ബടക്കാമ്പ ഓണുക അതിലൊരു ശ്രദ്ധയുമില്ല, അതൊരു ക്യാരയില്ല, അങ്ങ് എങ്ങനെ നടന്നെങ്കോ ആവൂന്ന് ചൊന്നിട്ട് ഉദ്ദേശിക്കണമെങ്കെത്ത ആള് സ്വർഗത്ത് കിടക്കല അവന്റെ പറ്റിയാണ് ദയ്യൂസുൻ ചൊല്ലെ. സ്വന്തം പെഞ്ഞായി ഇലക്ഷനുക്ക് നിണ്ടെങ്കിൽ ഓണുക ഒരു വിഷയമേ അല്ല. അവള് നാളെ ആൾമാരെ മുന്നോള് പ്രസംഗിക്കു പോയെങ്കിൽ അന്യപുരുഷന്മാരെ അവള് നോക്കൂടെ അല്ലെങ്കിൽ അവളിലെ അന്യപുരുഷന്മാർ നോക്കൂടെ, ഇതൊന്നും ഓണുകൊരു വിഷയമേ അല്ല. അവളുടെ ഫോട്ടോ ഫ്ലക്സിലിട്ടിട്ട് ഇങ്ങനെ തൂക്കിയെങ്കും ഓണുകൊരു വിഷയമേ അല്ല, ഓണുകതിലൊരു കൊസിയെ. ഓണ്ടെ പറ്റിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നരെ ഓണ് സ്വർഗത്ത് കടക്കളയാൻ വലിയ ശ്രദ്ധിക്കണയെങ്കത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീസാണിത്. സ്വന്തം പെൺമക്കളെ അല്ലെങ്കിൽ പെങ്ങന്മാരെ ശാല കോളേജ് കടത്തിറങ്ങിക്കത്തെ ആൾമാറുള്ളാറ് അങ്ങനെ അവസ്ഥയും അങ്ങനെ ആകൃതിയുമല്ല ഇണ്ട് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് ഏറ്റവും കൂടുതൽ മോശമായ ഒരു അവസ്ഥയാണ് നീങ്ങിയോണ്ടിക്കടെ. അന്യപുരുഷന്മാരൊട്ടിಗೆ മുണ്ടിയോണ്ടും അങ്ങ് മെസ്സേജ് ആക്കിയോണ്ടും അങ്ങ് കോളാക്കിയോണ്ടും ഈ രൂപത്തിൽ മൊത്തമായി ബടക്കായെങ്കത്തൊരു പരിസരത്തിലാണ് നിങ്ങൾ ജീവിച്ചോണ്ടുള്ളേ. അപ്പൊ അതുക്ക് സ്വന്തം പെൺമക്ക വിധേയായോണ്ടുള്ളാറ്, അതുപോലെ സ്വന്തം പെങ്ങന്മാർ വിധേയായോണ്ടുള്ളാറ്. ഇതൊന്നും അവനുക്ക് വിഷയമേ അല്ല. നന്റെ പെൺമക്ക എങ്ങനെ ആയെങ്കും നക്കൊരു വിഷയമേ അല്ല. അതെ ക്യാറാക്കാത്ത രൂപത്തിൽ അവന് നീങ്ങിയോണ്ടുള്ള എങ്കിൽ അവന് സ്വർഗത്ത് കിടക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിത്ത്. ഒരു കാലയിനത്ത് എങ്ങനെയാന്ന് ചൊന്നെങ്കിൽ ഞങ്ങളെ ഉമ്മമാരും പെങ്ങന്മാരും ഔത്തുൽ കുടുംബക്കാരമേ അങ്ങളെ മുന്നോളെ നിന്നോണ്ടില്ലಂತ. പക്ഷെ ഇണ്ട് അതേ പെങ്ങന്മാരും ഉമ്മമാരും എന്തായിടാറെന്ന് ചൊന്നെങ്കിൽ മാളിലുള്ളെങ്കത്തെ പിന്നെ ടെക്സ്റ്റൈൽസിലുള്ളെങ്കത്തെ സെയിൽസ്മാൻ്റെ മുന്നോട്ട് പോയിട്ട് മുഖം ഓപ്പൺ ആക്കി തെച്ചിട്ട് അങ്ങ് മുണ്ടിയോണ്ടുള്ളാറ്. അതൊരു വിഷയമേ അല്ല. സ്വന്തം ഔത്ര അഗത്യത്തിക്ക് ഓണ് പോവാണ്ട് ഓന്റെ പെഞ്ഞായിട്ട് ഓണ് കടത്തിയോണ്ടുള്ള അങ്ങ അല്ലെങ്കിൽ ഓന്റെ പെങ്ങന്മാരെ കടത്തിയോണ്ടുള്ള ഓന്റെ പെൺമക്കളെ കടത്തിയോണ്ടുള്ള അങ്ങ് ഒരു വാനിറ്റി ബാഗും ഒരു ഫോണും കയ്യിൽ പിടിച്ചോണ്ട് ഇങ്ങനെ ചുറ്റിയോണ്ടുള്ളാറ്. ഇതവനക്ക് വിഷയമേ അല്ല. ഓന്റെ പെൺമക്കളെ അല്ലെങ്കിൽ ഓന്റെ പെഞ്ഞായിമാരെ ഓൺ ടൂറ് കടത്തിയോണ്ടുള്ള അന്യപുരുഷന്മാരൊട്ടിಗೆ ടൂറ് കടത്തിയോണ്ടുള്ള വെറും മോശപ്പെട്ടെങ്കിത്തൊരു സംസ്കാരമായിട്ടിക്കടെ ഇത്. അതുപോലെ അങ്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുമ്പോ ഓണേതായാലും വാങ്ങല്ല, അങ്ങളമേ വാങ്ങുവോ ബുഡ്ര കുടുംബ ഇസ്ലാമി സംസ്കാരം അതിൽ കാണില്ലേ. അങ്ങളെ ഇടി തടി ഓപ്പണായി കണ്ടോണ്ടുണ്ടു. ഇനി ഫുൾ അങ്ങ് ഡ്രസ്സ് ധരിച്ചിട്ടിന്നാരെങ്കിലും നബിത്തങ്ങ ചെന്ന പോലെ കാസിയാത്തുൻ ആരിയാത്തുൻ അങ്ങ് ഡ്രസ്സ് ധരിച്ചിടാറ്. പക്ഷെ നഗ്നന്മാർ അങ്ങളെ ശരീരത്തെ ആകൃതി അങ്ങനെ എത്ര തോറവുള്ളാറ് സപ്പുറവുള്ളാറാ അങ്ങളെ ആകൃതി എങ്ങനെ ചെന്ന് ശരിക്കും കാണ്ടെങ്കത്തെ ഡ്രസ്സ് ഓണക്ക് എടുത്തു കൊടുക്കൂടാ. അതുപോലെ മൊത്തത്തിൽ ഹുബുസ് മോശമായ ഒരു അവസ്ഥക്ക് ഓന്റെ പെഞ്ഞായിമാറും ഓന്റെ പെൺമക്ക നീങ്ങിയോണ്ടിക്കുമ്പോ അത് ശ്രദ്ധിച്ചിട്ട് അങ്ങളെ നല്ല തെറുക്ക് കൊണ്ടുവരണു ഓണ് പോണില്ല. ഓണക്ക് അതൊരു വിഷയമേ അല്ലാണ്ട് അയങ്ക് അവന് സ്വർഗത്ത് കിടക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയത്. ഏതോ ദൂരത്തെ ഹോസ്റ്റലിൽ ഓന്റെ പെൺമക്കളെ കൊണ്ടുപോയിട്ട് ഓൺ ആക്കിയോണ്ടുള്ള അങ്ങ തിങ്കൾ കുറുക്കമ്മ 2 തിങ്കൾ കുറുക്കമ്മ അല്ലെങ്കിൽ ലീവ് കിട്ടുമ്പോ ഔത്തുക്ക് പണ്ടാറ് അങ്ങല്ല നല്ല രൂപത്തിലുള്ളാറുണ്ടോന്ന് വിചാരിക്കട. പക്ഷെ അങ്ങ എത്രമാ ദൂരത്തിൽ ആരും ശ്രദ്ധിക്കുകയില്ലാത്തവിടെ ഏതോ ആൺമക്കളൊട്ടിಗೆ അന്യപുരുഷന്മാരൊട്ടിಗೆ തെരുതപ്പി പോയോണ്ടുള്ളാറ്. ആരാരമാ അങ്ങ് സ്നേഹിച്ചോണ്ടുള്ളാറ്, പ്രേമിച്ചോണ്ടുള്ളാറ്. മെഡിസിന്റെ പേരിലും അല്ലാത്ത വിദ്യാഭ്യാസത്തെ പേരിലും എത്രമാ ദൂരെ കൊണ്ടുപോയിട്ട് ബോംബെയിക അല്ലെങ്കിൽ ഡൽഹിക അല്ലെങ്കിൽ ബാംഗ്ലൂർക എവിടെമാ കൊണ്ടുപോയിട്ട് ആറുമാറും ഇല്ലാത്ത ഹോസ്റ്റലിൽ ഓന്റെ സംബന്ധത്തമ അല്ലെങ്കിൽ ഓണുകു നിരീക്ഷിക്കോ പറ്റാത്ത രൂപത്തിൽ ഹോസ്റ്റലിൽ കൊണ്ടുപോയിട്ട് ആക്കിയോണ്ടുള്ള ഇതെല്ലാം വലിയ ശ്രദ്ധിക്കണ വിഷയ. അല്ലെങ്കിൽ ഓന്റെ ഔത്ര ഉൾഗമേ ഓണ് സ്വറത്ത് പോയപ്പ ഔത്ര ഉൾഗ ഓന്റെ പെഞ്ഞായിമാർ അല്ലെങ്കിൽ ഓന്റെ മക്ക ഓന്റെ പെൺമക്ക തെച്ച് TV നോക്കിക്കൊണ്ടുള്ളാറ്, സിനിമ കണ്ടോണ്ടുള്ളാറ്, ഹറാമ് കണ്ടോണ്ടുള്ളാറ്. ഓണക്ക് അതൊരു വിഷയമേ അല്ല. ഓൺ ഫുൾ ಅದಕ್ಕೆ സപ്പോർട്ട് ആക്കിടാണ്ടായെങ്കിൽ ലാ യദ്ഖുലുൽ ജന്നത ദയ്യൂസുൻ ഓന്റെ പറ്റിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദയ്യൂസു. അതുപോലെ ഓന്റെ പെഞ്ഞായി മുഖ ഓപ്പൺ ആക്കി പോണ്ടത് ഓണക്ക് വിഷയമേ അല്ല. ഓന്റെ 80 ವರ್ಷ എത്തിയെങ്കത്തെ ഉമ്മ ഫുള്ളു മുഖ ബന്ധാക്കി നടന്നുകൊണ്ടുണ്ട്. പക്ഷേ തെറുളു ഓന്റെ പെഞ്ഞായി അല്ലെങ്കിൽ ഓന്റെ ഒരു 18 ವರ್ಷത്തെ മോളു മുഖ ഫുൾ ഓപ്പൺ ആക്കിയിട്ട് ഉള്ള സൗന്ദര്യത്തെ കാട്ടിക്കൊണ്ട് നടന്നുകൊണ്ടുള്ളാറ്. ഓൾ ಸಂತೆಗೆ പോയിടാൾ അല്ലെങ്കിൽ ഓൾ മാൾക്ക് പോയിടാൾ ഡ്രസ്സ് വാങ്ങുകയല്ല. ഇതാ ഇങ്ങനത്തെ ഒരു ಸಂತೆ ഉണ്ടു
ಈ ಸಂತೆಡೆಲ್ಲಾರು ನೋಡ್ಕೊಂಡು ಉಂಟು ಓಳ ಶರೀರತ್ತೆ ಅವಳು ಪ್ರದರ್ಶನ ಹಾಕಿಕೊಂಡುಳ್ಳಾರು ಅವಳು നല്ല ಸೆಂಟ್ ಇಟ್ಟಿട്ട് പുറത്തു പോയോണ്ടുള്ളാള് അവളെ പറ്റിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലാവഹിയ ജാനിയ അവള് വേശ്യപ്പെണ്ണു ചൊന്നരെ പക്ഷെ ഈ അവസ്ഥയിലെല്ലാം ഓന്റെ പെഞ്ഞായിമാറും ഓന്റെ പെൺമക്ക പോകുമ്പോ ഓൺ ಅದಕ್ಕೆതിരെ ಕಾಮಾ ಮುಂಡುಳ್ಳಾಂಟಾയെങ്കിൽ ഓന്റെ പറ്റിയാണ് നബി തങ്ങ ദയ്യൂസ് ചൊന്നരെ പരിശുദ്ധ റമദാൻ ಬರುമ്പോ ಅದರ ഒന്നാമത്തെ നാളിലെ ഷോപ്പിംഗ് പോണ്ടെങ്കിത്തെ പെൺമക്ക ഉള്ളാറ് അങ്ങളെ ശരീര അങ്ങളെ മുഖ സമ്പൂർണ്ണ ഓപ്പൺ ആക്കിയിട്ട് ജാവുതോള ടൗണിൽ ചുത്രങ്കിത്തെ പെണ്ണിങ്ങ ഉള്ളാറ് പരിശുദ്ധമായ റമദാൻ തിങ്കളിലും അങ്ങ് നിസ്കരിക്കിടാറാ ഇല്ലേ അള്ളാഹു ആലം പരിശുദ്ധമായ റമദാന്റെ നോമ്പ് പോലും അങ്ങ് തുറക്കിട ഏതെങ്കിലും ഐസ്ക്രീം പാർലറില ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് ഈ പെണ്ണുമക്ക നോമ്പ് തുറക്കിടങ്കിത്ത ഒരവസ്ഥ മൈക്കാലത്ത് ഞങ്ങളെ ചെറിയൊരു സിറ്റിയാണ് മൈക്കാലത്ത് അവിടെ പോയി അങ്ങ് കാണാം റമദാനിൽ മഗ്രിബാകുമ്പോ ഐഡിയ അല്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവർ ഹോട്ടലിൽ ഒഴുക ഞങ്ങളെ മുസ്ലിം പെണ്ണുമക്ക ബുർക്ക ഇട്ടിട്ട് ചെമ്മാൾമാരെ കാണുമോ സാധ്യവുള്ളൂ ഇങ്ങ ഷോപ്പിംഗ് വന്നെങ്കിത്ത ആൾമാർ നിങ്ങളാരെയും ദൂരല്ല വാസ്തവത്തില് ഇങ്ങളെ ഈ അവസ്ഥക്ക് എത്തുവാട്ടിറങ്ങിത്ത ഷണ്ട മാപ്പിളമാർ അബ്ബമാർ സഹോദരന്മാർ വലിയ ശ്രദ്ധിക്കൊണായെങ്കിത്തൊരു വിഷയമാണ് ഇത് ചിലപ്പോൾ നങ്കല്ല ഈ ഹദീസ് ബാധകമായി പോകും ലായദ്ഖുലുൽ ജന്നത ദയ്യൂസുൻ ചൊന്നെങ്കിത്തെ ഈ ദയ്യൂസര കൂട്ടത്തിൽ ഞങ്ങൾ ഒരിക്കലും പെട്ടുപോണു തീരാ ഞങ്ങളെ പെഞ്ഞായിമാരെ ശരിക്കും ദീനിയായ ബോധത്തിൽ വളർത്തിനെങ്കിത്തൊരവസ്ഥ ഞങ്ങൾക്കുണ്ടാവണു അങ്ങ് ഒരിക്കലും ഹറാമിൽ പെട്ടുപോണു തീരാ സാർവജനിക രംഗപ്രവേശനത്തിൽ അങ്ങ് ഇളിഞ്ഞു പോണു തീരാ അങ്ങ് ഔത്ര അനിവാര്യ സന്ദർഭത്ത് പറത്ത് ഇളിടറുണ്ടായെങ്കും ഫുൾ ശരീരം മൊത്തം മറച്ചിട്ട് ഇന്നത്തെ ഫാഷൻ ബുർക്ക എന്തുമല്ല അങ്ങനെ ശരീരത്തെ ഇപ്പത്തെ ബുർഖാൻ ചൊന്നെങ്കിൽ ചില ആൾമാർ വിചാരിച്ചിട്ട് ഉൾഗൗട്ടിറങ്ങിക്കത്തെ ചൂടിദാരമ്മ ബാക്കി ഡ്രസ്സ് അത് കാണുകൂത്തിര അത് കാണാത്ത പോലെ മറക്കിടങ്ങിക്കത്തൊരു ഒരു വേറൊരു ഫാഷൻ ഡ്രസ് അങ്ങനെയാണ് ബുർഖയിൻ്റെ ഇട്ടുകൊണ്ടുള്ളത് വാസ്തവത്തിൽ ബുർഖാൻ ചൊന്നെങ്കിൽ ഓളെ ശരീരത്തെ ഒരു സൗന്ദര്യവും എടുത്തു കാണാത്ത രൂപത്തിൽ ഒരു ഒല്ലിര പോലെ ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ മുದ್ದಾക്കിക്കൊണ്ടു ഓൾ ആർക്കും ഗൊന്താവൂത്തീര ഓൾ ചന്ത ഉള്ളല ഓൾ എങ്ങനെ ഉള്ളലാന്ന് ചൊന്നിട്ട് ആർക്കും ഗൊന്താവാത്ത രൂപത്തിൽ നടക്കുവാനായിട്ടാണ് ഈ സമ്പ്രദായ ജാരി കൊണ്ടുവന്നത് പരിശുദ്ധ ഇസ്ലാം ഹിജാബും ചൊല്ലത് പക്ഷെ ഇണ്ട് അതും ഫാഷനായിട്ട് ഓളെ എല്ലാ സൗന്ദര്യവും പുറത്തുള്ള ആൾമാർക്ക് സാർവജനിക ആൾമാർക്ക് ബഹിരംഗ കാണും പോലത്തെ ഒരവസ്ഥ ഇണ്ട് ഉണ്ടായോണ്ടുണ്ടു ഇതൊരിക്കലും ഞങ്ങൾ സപ്പോർട്ടാവുടെങ്കത്തെ ആണിങ്ങ ആവുകുത്തീര ഞങ്ങളെ ഔത്തുള്ളെങ്കത്തെ പെൺമക്ക ഞങ്ങളെ പഞ്ഞായിമാർ ശരിക്കും ദീനിയായ ബോധത്തിൽ നടക്കണമെങ്കിൽ ഒരവസ്ഥ ഉണ്ടാവണം പെൺമക്ക പറത്തിളിഞ്ഞ് സ്കൂളുക കോളേജുക അല്ലെങ്കിൽ എവിടെക പോകുമ്പോൾ അങ്ങനെ മുഖത്ത് ഉള്ള എല്ലാ ക്രീമും മെത്തിയോണ്ടു കൃತಕ സൗന്ദര്യം ഉണ്ടാക്കിയോണ്ടു ഈ സൗന്ദര്യത്തെ റായത്താൾമാർ കാട്ടിയോണ്ട് പോണ്ടെങ്കിത്തെ ഏറ്റവും വലിയ ദുരവസ്ഥകൾ ഇന്നത്തെ സമൂഹം ഇല്ലോണ്ടുണ്ടു അത് ആണിങ്ങ സപ്പോർട്ടാക്കിയോണ്ടുള്ളാറ് ഈ ആണിങ്ങളെ പറ്റിയാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്ന ലാ യദ്ഖുലുൽ ജന്നത ദയ്യൂസുൻ ദയ്യൂസൂർ പെങ്കൂസുൻ ചൊന്ന പോലെ അറബിൽ ദയ്യൂസ് സ്വന്തം പെഞ്ഞ എന്തായെങ്കും തൊന്തരയില്ല അവൾ ആരൊട്ടെ മുണ്ടിയെങ്കും ഓണക്ക് വിഷയമേ ഇല്ല ഏത് ആണിങ്ങളൊട്ട് അവൾ പോയെങ്കും കേസേ ഇല്ല ഓണ് അവളെ എവിടെയും വിട്ടു പറഞ്ഞു ഓണ് റെഡിയുള്ള അങ്ങനത്തെ ഒരു ഷണ്ടനായ പുരുഷൻ ആവുക തീരാണ്ടാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ അഹ്ലുടെ ഞങ്ങളെ കുടുംബത്തെ നല്ല ഇസ്ലാമിക് തെറുലു മുന്നോട്ടെടുത്ത് പോണുകു ആ മൂലക്ക് ഞങ്ങളെയും എല്ലാ സ്വർഗത്തിലെത്തുവാട്ടുകു അല്ലാഹു തൗഫീഖ് തരട്ടെ ആമീൻ അസ്സലാമു അലൈക്കും